ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങളെല്ലാവരും ഇന്നത്തെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ് യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതിന് വേണ്ടി നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ടെക്സ്റ്റ് ബുക്കുമായി കണക്റ്റഡ് ആയിട്ട് വേണം പഠിക്കാൻ. As you know, our social science has 3 parts. First part contains 4 units. They are Medieval India, the centers of power. Second one, Medieval India, society, resource and trade. Kerala, the land, rain and the people, production process. ഇങ്ങനെ 4 യൂണിറ്റുകളാണ് ഫസ്റ്റ് പാർട്ടിലുള്ളത്. ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് യൂണിറ്റിനെ കുറിച്ചായിരുന്നു. നമുക്ക് എന്തൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ടുള്ളത് നോക്കാം. ഇവിടെ let us observe these pictures. Some pictures from the textbook and other pictures also. Why these pictures given here? എന്തുകൊണ്ടാണ് ഈ പിക്ചർ ഇവിടെ വരുന്നത്? Let's go through our unit. First, heading of the unit, Medieval India, the centers of power. മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രം. മധ്യകാല ഇന്ത്യ അധികാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു. ആദ്യം നമുക്ക് മിഡീവൽ ഇന്ത്യ എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. എന്താണ് ഈ മിഡീവൽ പീരീഡ്? ലാസ്റ്റ് ഇയർ യു aware about ancient, medieval and modern period. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കിട്ടും. ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്ട് ഈസ് മിഡീവൽ പീരീഡ്. ദ പീരീഡ് ബിറ്റ്വീൻ CE, കോമൺ ഇറ ഓർ CE, 8th century and 18th century is generally known as the medieval period in Indian history. ഇന്ത്യ ചരിത്രത്തിലെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് 8ാം നൂറ്റാണ്ടിൻ്റെയും 18ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിലുള്ള കാലഘട്ടമാണ്. ലോക ചരിത്രത്തിൽ, വേൾഡ് ഹിസ്റ്ററിയിൽ ഇത് ബിറ്റ്വീൻ 5th century CE ആൻഡ് 15th century CE ആണ്. ലോക ചരിത്രത്തിൽ ഇത് 5ാം നൂറ്റാണ്ടിനും 15ാം നൂറ്റാണ്ടിനും ഇടയിലാണ്. നമ്മൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡീവൽ ഇന്ത്യയാണ്. ആ മെഡീവൽ ഇന്ത്യയിലെ അധികാര കേന്ദ്രം, ദ സെന്റേഴ്സ് ഓഫ് പവർ. ഇവിടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ് us റീഡ് ദിസ് പാരഗ്രാഫ് ഓർ ദിസ് ലെറ്റർ. ഫ്രണ്ട്സ്, നിങ്ങളെ കൂട്ടുകാരെ വിളിക്കുകയാണ്. ആരാണ് ഈ കത്തെഴുതുന്നത്? ഐ ആം ദ റിവർ യമുന. എന്താണ് യമുന പറയുന്നത്? യു മൈറ്റ് ഹാവ് ഹേർഡ് ഓഫ് മീ. നമ്മളൊക്കെ യമുന നദിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. I am one of the tributaries of the Ganga, the longest river in India. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറി, ഒരു പോഷക നദിയാണ് ഈ യമുന. I originate from യമുനോത്രി in ഉത്തർഖണ്ഡ്. ഉത്തർഖണ്ഡിൽ നിന്നാണ്, ഉത്തരാഞ്ചൽ എന്ന് പേരുള്ള അല്ലെങ്കിൽ ഉത്തരാഞ്ചൽ എന്നും വിളിക്കുന്ന ഉത്തർഖണ്ഡിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ഡൽഹി ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഓൺ മൈ വേ. എൻ്റെ തീരത്താണ് ഈ ഒരു ഡൽഹി എന്ന പട്ടണമുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ നമുക്ക് കാണാം. ഈ കൊടുത്തിരിക്കുന്ന നദിയിൽ നിന്നാണ്, വിച്ച് ഈസ് ദിസ് റിവർ നിയർ ദി താജ്മഹൽ, ദിസ് ഈസ് യമുന. എന്നിട്ട് പറയുന്നു കുത്തബ് മിനാർ, അയൺ പില്ലർ ഓഫ് മെഹ്റോളി, the Juma Masjid, Red Fort, India Gate, etc. Many such majestic historical monuments can be found here. ഡൽഹിയിൽ വന്നാൽ നമുക്ക് ഈ പറയുന്ന ചരിത്ര സ്മാരകങ്ങളൊക്കെ കാണാം. ഡൽഹി ഹാസ് വിറ്റ്നസ്ഡ് ദി റൈസ് ആൻഡ് ഫാൾ ഓഫ് സെവറൽ ഡൈനാസ്റ്റീസ്. ഒരുപാട് രാജാക്കന്മാരുടെ വളർച്ചയ്ക്കും തളർച്ചയ്ക്കുമൊക്കെ കാരണമായ പട്ടണമാണ് ഡൽഹി. ഇതാണ് യമുന നദി പറയുന്ന ഈ ഒരു കുറിപ്പ്. എന്നിട്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു, വായിച്ചു നോക്കാം നമുക്ക്. ഹാവിങ് യു ലിസൺ ടു വാട്ട് ദ യമുന സ്പോക്ക് അബൌട്ട് ഡൽഹി? ഷാൽ വി
ജേണി ഇൻ ടു ദി മെഡീവൽ ഹിസ്റ്ററി ഓഫ് ഡൽഹി. എന്താണ് യമുന നദി ഡൽഹിയെക്കുറിച്ച് പറയുന്നത്? നമുക്ക് ഡൽഹിയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിച്ചാലോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. മധ്യകാല ഡൽഹിയെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ തുടക്ക ഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ക്യാപിറ്റലും പഴയ ക്യാപിറ്റലുമൊക്കെയായ നമ്മുടെ ഡൽഹിയെക്കുറിച്ചാണ്, മധ്യകാലത്തിലെ ഡൽഹിയെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നോക്കി ഒരു ക്വസ്റ്റ്യൻ പരിശോധിക്കാം. What were the geographical features that motivated the rulers to opt Delhi as the center of their power? ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് രാജാക്കന്മാർ ഡൽഹിയെ ഒരു അധികാര കേന്ദ്രമായി തെരഞ്ഞെടുത്തത്? നമ്മൾ അതാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് അക്രോസ് ദ ടോപ്പോഗ്രഫി ഓഫ് ഡൽഹി, ഡൽഹിയുടെ ഭൂമിശാസ്ത്രത്തിലൂടെ എന്ന ഒരു ഭാഗത്താണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടുത്തെ ഈ ഒരു മാപ്പ്, ഗിവൺ മാപ്പ്, പ്ലീസ് റീഡ് ദിസ് ഗിവൺ മാപ്പ്. വാട്ട് ആർ ദ തിങ്സ് ഗിവൺ ഇൻ ദിസ് മാപ്പ്? ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്, ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ, ഡൽഹി, യമുന റിവർ, എക്സെട്ര. ലെറ്റ്സ് റീഡ് ദിസ് പാരഗ്രാഫ്. ഒബ്സർവ് ദ മാപ്പ് വൺ ഗിവൺ ബിലോ. വാട്ട് ഓൾ ഇൻഫർമേഷൻ ക്യാൻ യു ഗ്യാദർ ഫ്രം ഇറ്റ്? എന്തൊക്കെയാണ് നമുക്ക് ഈ മാപ്പിൽ നിന്ന് കാണാൻ പറ്റുന്നത്? അത് നിങ്ങൾ എല്ലാവരും ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പെൻസിലോ പേനയോ ഉപയോഗിച്ച് ഫീൽ ചെയ്യണം. എന്തൊക്കെയാണ്? ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ. രണ്ടാമത്തെ കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്, ആരവല്ലി പർവ്വത നിരകളുണ്ട്. അതേപോലെ യമുന റിവർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡൽഹി കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് എഴുതാം. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് പരിശോധിക്കാം. യു ഹാവ് സീൻ ദാറ്റ് ഡൽഹി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻ. സിന്ധു ഗംഗ നദിയുടെ തീരത്ത്, അതിൻ്റെ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് the fertility of the region has been favorable for agricultural progress. How the Indo-Gangetic Plain helped Delhi to become a center of power? The Indo-Gangetic Plain, the fertility of this region, the fertility of this Indo-Gangetic Plain has been favorable for agricultural progress. For Delhi in Sindhu ഗംഗാ നദീതടത്തിലായതുകൊണ്ട് ധാരാളമായി കൃഷി ഉണ്ടാക്കാൻ അത് സഹായിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഒബ്സർവ് ദ ലൊക്കേഷൻ ഓഫ് ദി ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് മാർക്ക്ഡ് ഓൺ ദ മാപ്പ്. മാപ്പിൽ ആരവല്ലി മലനിരകൾ മാർക്ക് ചെയ്ത് നമുക്ക് കാണാം. എവിടെയാണത് മാർക്ക് ചെയ്തിരിക്കുന്നത്? വെസ്റ്റ് സൈഡിലാണ് അല്ലേ? എങ്ങനെയാണ് ആ മൗണ്ടെയ്ൻസ്, ഈ പർവ്വതങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഡൽഹിയെ ഹെൽപ്പ് ചെയ്തത്? These mountain ranges helped Delhi to resist the invasion of enemies. അപ്പോൾ ഈ പടിഞ്ഞാറ് ഭാഗത്തൂടെ ഇന്ത്യയിലേക്ക് വരാൻ സാധ്യതയുള്ള ശത്രുക്കളെ തടയാൻ ഈ ഒരു പർവ്വതം ഡൽഹിയെ സഹായിച്ചിരുന്നു. The massive rocks of this mountain, ഈ മലകളിൽ നിന്ന് ലഭിക്കുന്ന കല്ലുകൾ supplied the stones for the construction of forts and buildings. നമ്മൾ നേരത്തെ കുറേ സ്മാരകങ്ങൾ കണ്ടു, റെഡ് ഫോർട്ട് കണ്ടു, താജ്മഹൽ കണ്ടു. ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ശിലകൾ കൊണ്ടാണ്, കല്ലുകൾ കൊണ്ടാണ്. അപ്പോൾ ഇത് നിർമ്മിക്കാൻ ആവശ്യമായ കല്ലുകൾ ഇവിടെ നിന്ന് കിട്ടി? ഈ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് കിട്ടി. ഹൗ ദ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ഹെൽപ്ഡ് ഡൽഹി ടു ബിക്കം എ സെൻറ്റർ ഓഫ് പവർ? അതിൻ്റെ ഉത്തരം ഈ പാരഗ്രാഫിൽ നിന്ന് 2 പോയിന്റുകൾ നമ്മൾ കിട്ടി. ഒന്നെന്താണ്? ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് to resist the invasion of enemies and supplied the rocks for construction of forts and buildings. ഒരു പോയിന്റ് കൂടെ പറയുന്നു, the river Yamuna facilitated water transportation and ensured enough water supply for Delhi. യമുന റിവർ സഹായിച്ചത് എങ്ങനെയൊക്കെയാണ്? യമുന റിവർ ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗത സൗകര്യത്തിന് സഹായിച്ചു. അതോടൊപ്പം തന്നെ ശുദ്ധജലം, കുടിക്കാനുള്ള വെള്ളവും സപ്ലൈ ചെയ്തു. ഇറ്റ് വാസ് ദീസ്
ജിയോഗ്രഫിക് ഫീച്ചേഴ്സ് ദാറ്റ് അട്രാക്റ്റഡ് ദ റൂളേഴ്സ് ഓഫ് ഡൽഹി. ഇപ്പം എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഡൽഹി അധികാര കേന്ദ്രമാക്കിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിക്കാണും. വാട്ട് വേർ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദ റൂളേഴ്സ് ടു ഓപ്റ്റ് ഡൽഹി ആസ് ദ സെൻറ്റർ ഓഫ് ദെയർ പവർ. ഇപ്പം ഈ ചോദ്യവും ഇതിൻ്റെ ഉത്തരവും നിർബന്ധമായും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ട് ഇന്ന് തന്നെ ക്ലാസ് അധ്യാപകർക്ക് ഞങ്ങൾക്ക് അയച്ചു തരണം. നെക്സ്റ്റ്, ഡൽഹി ആസ് എ സീറ്റ് ഓഫ് പവർ. ഡൽഹി അധികാര കേന്ദ്രമായത് എന്ന് മുതലാണ്? ഇറ്റ് വാസ് അണ്ടർ ദി തോമർ കിങ് ഹു വർ രജപുസ് ദാറ്റ് ഡൽഹി ഫസ്റ്റ് ബിക്കം എ സീറ്റ് ഓഫ് പവർ ഇൻ CE 8th century. 8ാം നൂറ്റാണ്ടിൽ രജപുത്ര വംശജനായ തോമർ കിങ് ആണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാക്കിയത്. ബാക്ക് ദെൻ ഡൽഹി വാസ് നോൺ ആസ് ദില്ലിക. അതിനു മുമ്പ് ഡൽഹിയുടെ പേര് ദില്ലിക എന്നായിരുന്നു. വാട്ട് വാസ് ദി ഓൾഡ് നെയിം ഓഫ് ഡൽഹി? ദില്ലിക. ഫോളോയിങ് ദ തോമേഴ്സ്, ചൗഹാൻ ഡൈനാസ്റ്റി റൂൾഡ് ഡൽഹി. തോമർ വംശം അവസാനിച്ചതിന് ശേഷം ചൗഹാൻ വംശം ഡൽഹി ഭരിച്ചു. ഹു വാസ് ദി ലാസ്റ്റ് കിങ് ഓഫ് ദി ചൗഹാൻ? പൃഥ്വിരാജ് ചൗഹാൻ വാസ് ദി ലാസ്റ്റ് കിങ് ഓഫ് ദി ചൗഹാൻ ഡൈനാസ്റ്റി. അപ്പോൾ തോമർ കിങ്ങിന് ശേഷം ചൗഹാൻ വംശം ഡൽഹി ഭരിച്ചു. ചൗഹാൻ വംശത്തിലെ അവസാന രാജാവ് ആരായിരുന്നു? പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു. എന്നിട്ട് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് മാമുൽക്ക് ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി ഫോം ചെയ്തതാണ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നോട്ട്ബുക്കിലേക്ക് എഴുതണം. വാട്ട് യു മീൻ ബൈ മാമുൽക്ക് ഡൈനാസ്റ്റി ഓർ സ്ലേവ് ഡൈനാസ്റ്റി. അതിൻ്റെ ഉത്തരം നമുക്ക് ആരംഭിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയാം. നമുക്ക് നോക്കൂ. മുഹമ്മദ് ഓഫ് ഗോറിൻ defeated Prithviraj Chauhan and established his domination over Delhi. ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ നമുക്കറിയാം. പത്രങ്ങളിൽ എന്നും അഫ്ഗാനിസ്ഥാൻ കാണാം. താലിബാൻ അഫ്ഗാനിസ്ഥാൻ സേനകൾ ഏറ്റുമുട്ടുന്നു എന്നും അമേരിക്കൻ സേന അവിടുന്ന് പിന്മാറി എന്നൊക്കെ നമ്മൾ ഇന്ന് വായിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഈ അഫ്ഗാനിസ്ഥാൻ അവിടുത്തെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി ഡൽഹി പിടിച്ചടക്കി. കുത്തുബുദ്ദീൻ ഐബക്ക് വാസ് ഹിസ് കമാൻഡർ ഇൻ ചീഫ്. ഈ മുഹമ്മദ് ഗോറിയുടെ സൈനിക മേധാവിയായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മുഹമ്മദ് ഗോറി മരിച്ചപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്ക് എസ്റ്റാബ്ലിഷ്ഡ് ഹിസ് റൂൾ ഇൻ CE 1206 വിത്ത് ഡൽഹി ആസ് ദി സീറ്റ് ഓഫ് പവർ. അപ്പം തോമർ കിങ്ങിനും ചൗഹാനും ശേഷം ഡൽഹി കേന്ദ്രമായി ഭരണം സ്ഥാപിക്കുന്നത് ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്കാണ്. അത് എന്നാണ്? 1206. ആ ഡൈനാസ്റ്റിയുടെ പേരാണ് മാമുൽക്ക് ഡൈനാസ്റ്റി. ദിസ് ഡൈനാസ്റ്റി ഈസ് നോൺ ആസ് ദി മാമുൽക്ക് ഡൈനാസ്റ്റി. അപ്പോൾ നോട്ട്ബുക്കിലേക്ക് കൃത്യമായി ഇത് എഴുതണം. വാട്ട് യു മീൻ ബൈ മാമുൽക്ക് ഡൈനാസ്റ്റി. അതിൻ്റെ ഉത്തരം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഇനി അടുത്ത് പറയാൻ പോകുന്നത് സൽത്താനേറ്റ് പീരീഡിനെ കുറിച്ചാണ്. വാട്ട് ഈസ് മീൻ ബൈ സൽത്താനേറ്റ് പീരീഡ്? വിച്ച് ഈസ് ദ സൽത്താനേറ്റ് പീരീഡ്? നമുക്ക് നോക്കാം. ആഫ്റ്റർ ദി ഡിക്ലൈൻ ഓഫ് മാമുൽക്ക് ഡൈനാസ്റ്റി, ഈ മാമുൽക്ക് ഡൈനാസ്റ്റി തകർന്നതിന് ശേഷം ഹു എസ്റ്റാബ്ലിഷ്ഡ് മാമുൽക്ക് ഡൈനാസ്റ്റി? കുത്തുബുദ്ദീൻ ഐബക്ക് എസ്റ്റാബ്ലിഷ്ഡ് മാമുൽക്ക് ഡൈനാസ്റ്റി. അപ്പോൾ കുത്തുബുദ്ദീൻ ഐബക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത മാമുൽക്ക് ഡൈനാസ്റ്റി തകർന്നതിന് ശേഷം ആ ഡൈനാസ്റ്റി എന്നാണ് തകർന്നത്? Their rule lasted until CE 1526. 1526 അത് തകർന്നു. The rulers of Delhi between CE 1206 and CE 1526 are known as the Sultans and the period of their reign is known as the Sultanate period. ഇപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. സൽത്താൻമാർ എന്നാൽ ആരാണ്? സൽത്താനേറ്റ് പീരീഡ് എന്താണ്? രണ്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ 1206 കുത്തുബുദ്ദീൻ സ്ഥാപിച്ച അടിമവംശം അല്ലെങ്കിൽ മാമുൽക്ക് ഡൈനാസ്റ്റി, ആ ഡൈനാസ്റ്റി 1526 വരെ അത് നീണ്ടുപോയി. അതിനിടയിൽ ഭരിച്ചിട്ടുള്ള എല്ലാ ഭരണാധികാരികളും ദ റൂളേഴ്സ് ഓഫ് ഡൽഹി ബിറ്റ്വീൻ CE 1206 ആൻഡ് CE 1526 are known as the Sultans and the period of their reign is known as the Sultanate period. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. വാട്ട് യു മീൻ ബൈ സൽത്താനേറ്റ് പീരീഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ നോട്ട്ബുക്കിലേക്ക് എഴുതാം. ഇനി നമുക്ക് ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ ഫ്ലോ ചാർട്ട്.
അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം. ലുക്ക് അറ്റ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. ദ chronologically list the dynasties and the respective major rulers during the Sultanate period. നേരത്തെ നമ്മൾ പറഞ്ഞു 1206 മുതൽ 1526 വരെയുള്ള കാലത്തിനിടയിൽ ഡൽഹി ഭരിച്ചിരുന്ന ഭരണാധികാരികളുടെ ഒരു ക്രമം അനുസരിച്ചുള്ള പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലെ പ്രധാന ഭരണാധികാരികളെയും കൊടുത്തിരിക്കുന്നു. മാമുൽക്ക് ഡൈനാസ്റ്റി, അതിൻ്റെ വേറൊരു പേരാണ് സ്ലേവ് ഡൈനാസ്റ്റി. ഭരണാധികാരികൾ, പ്രധാന ഭരണാധികാരികൾ, ഇമ്പോർട്ടൻ്റ് റൂളേഴ്സ് കുത്തുബുദ്ദീൻ ഐബക്, ഇൽത്തുമിഷ് ആൻഡ് ബാൽക്കർ. ദെൻ നെക്സ്റ്റ് ഡൈനാസ്റ്റി ഖൽജി ഡൈനാസ്റ്റി, അലാവുദ്ദീൻ ഖൽജി, ഇമ്പോർട്ടൻ്റ് റൂളർ. ദെൻ തുഗ്ലക് ഡൈനാസ്റ്റി, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്, ഇമ്പോർട്ടൻ്റ് റൂളേഴ്സ്. ദെൻ സയ്യിദ് ഡൈനാസ്റ്റി, ഖൈസർ ഖാൻ, ഇമ്പോർട്ടൻ്റ് റൂളർ. ദെൻ ലോധി ഡൈനാസ്റ്റി, ഇമ്പോർട്ടൻ്റ് റൂളർ ഇബ്രാഹിം ലോധി. ഇനി നിങ്ങൾ ഈ ഒരു ടേബിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് അതും ഇന്ന് തന്നെ എനിക്ക് അയച്ചു തരാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദ ഫ്ലോ ചാർട്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നേരിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ എനിക്ക് വോയിസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, പല വർക്കുകളും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്ത് അതിൻ്റെ ഫോട്ടോ അയച്ചു തന്നാൽ മതി. ചില ചോദ്യങ്ങളുടെ ഉത്തരം നോട്ട്ബുക്കിലേക്ക് എഴുതണം. അത് ഒന്നാമത്തത് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഡൽഹി നോട്ട്ബുക്കിലേക്ക് എഴുതണം. വട്ട് മീൻ ബൈ സൽത്താനേറ്റ് അത് നോട്ട്ബുക്കിലേക്ക് എഴുതാം. അതേപോലെ തന്നെ മാമുൽക്ക് ഡൈനാസ്റ്റി അതും നോട്ട്ബുക്കിലേക്ക് എഴുതുക. ബാക്കിയുള്ള വർക്കുകൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയിട്ട് അതിൻ്റെ പിക്ചർ എനിക്ക് ഇടുക. നാളെ രാവിലെ 10 മണിക്കാണ് നമ്മുടെ എക്സാം നടക്കുക. അപ്പോഴേക്കും എല്ലാവരും ഈ പാഠഭാഗങ്ങൾ നന്നായി പഠിച്ച് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് റെഡിയാവുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.